മേരി, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്നെ മാതാവ് കൈവിടില്ല എന്നുള്ള ഒറ്റ കോൺഫിഡൻസിൽ ഞാനിങ്ങനെ ഇരുന്ന്, ഇല്ല ഡോക്ടർ നമ്മൾ ഇന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് പോയി ഹസ്ബൻഡിനെ ഒന്നും കൂടി വിളിച്ച് ചോദിക്കുക എന്താണ് അവസ്ഥയെന്ന് അറിയാമല്ലോ എന്നാണ്. അങ്ങനെ 11:30 ആയപ്പോൾ ഞാൻ ട്യൂസ്ഡേ 11:30 എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ റിലീസിങ് ഓർഡർ പുള്ളിയുടെ കയ്യിൽ അപ്പം കിട്ടിയിട്ടുണ്ട്, ആ റിലീസിങ് ഓർഡറും കൊണ്ട് നേരെ വരുവാണ് ജയിലിലേക്ക്, വിഷമിക്കേണ്ട, ഇപ്പം തന്നെ റിലീസാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു വിശ്വാസത്തിലിരുന്ന് എല്ലാം റെഡിയാക്കി വെച്ചു. ഇവിടേക്ക് വിളിച്ച് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ ടൈം 5 o'clock എന്ന് പറഞ്ഞായിരുന്നു. ആ 3 o'clock ഞാൻ റിലീസാവുകയും 5 o'clock ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ചൊല്ലാൻ പറ്റുകയും ചെയ്തു. അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് നൽകി. കാരണം റിലീസിങ്